ഏറ്റവും ഒടുവിൽ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ശ്രീ എം നജീബിനോടും അതുപോലെ രഘുചന്ദ്രൻ നായരോടുമാണ് ചോദിക്കുന്നത്. രണ്ടുപേരും ഒരേ ഫ്രെയിമിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഈ ബജറ്റിന് എത്ര മാർക്കാണ് നൽകുക? വ്യാപാരി സമൂഹം അതുപോലെ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ, ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങൾ എത്ര മാർക്കാണ് ഈ ബജറ്റിന് നൽകുക? ഇതൊരു പ്രോഗ്രസീവ് ബഡ്ജറ്റാണ്. കാര്യം നമ്മൾ സാധാരണ കണ്ടുവരുന്ന കൺവെൻഷണൽ ബഡ്ജറ്റ്സ് നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു പ്രോഗ്രസീവ് ബഡ്ജറ്റാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓരോ സ്റ്റേറ്റിൻ്റെയും അലൊക്കേഷൻസും ഓരോ കമ്പനിയുടെയും പേരുകളും ഒക്കെ പറഞ്ഞ ആൾക്കാർ ബോറടിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റല്ല. അത് നമ്മൾ വെളിയിലെല്ലാം കാണുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഡിഫറെൻറ്റ് ഔട്ട്ലുക്കോട് കൂടിയുള്ള, അപ്പോൾ അതിനകത്ത് ഒരു അട്രാക്റ്റീവായിട്ടുള്ള കാര്യം ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ, ഇക്കോണമി ആൻഡ് ഇന്നൊവേഷൻ എന്നാണ്. അപ്പോൾ അതാണ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്, യൂത്തിനെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അപ്പോൾ കാര്യം പീപ്പിൾ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി പീപ്പിൾ ഡെവലപ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്താണ് എഡ്യൂക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം പ്രാധാന്യം കൊടുത്ത്. ഇക്കോണമി എന്ന് പറയുമ്പോൾ ഇക്കോണമി ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇന്നൊവേഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ പ്രോഗ്രസീവായിട്ടുള്ളൊരു ബഡ്ജറ്റായിട്ടാണ് ഇത് കാണുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 7.5 ആണ് ഔട്ട് ഓഫ് 10. രഘുചന്ദ്രൻ നായർ, താങ്കൾ എത്ര മാർക്ക് നൽകും? എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റ് എല്ലാ രീതിയിലും എനിക്ക് തോന്നുന്നു കേരളത്തിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബഡ്ജറ്റാണ്. ഇതിന് 8 മാർക്ക് തന്നെ കൊടുക്കാം. ഓക്കെ.